കാത്തിരുന്ന് കാണാം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സിനിമാ സീരിയൽ നടി മീന ഗണേഷ് അന്തരിച്ചു. ഷൊർണൂർ PK ദാസ് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. 81 വയസ്സായിരുന്നു. നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ്. വസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും, നന്ദനം, മീശമാധവൻ, കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയ കഥാപാത്രമായി. പ്രശസ്ത നാടക കലാകാരൻ AN ഗണേഷാണ് മീന ഗണേഷിന്റെ ഭർത്താവ്. ഹരികൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ഹരി, എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നൊരു അഭിനേത്രിയാണ്. അത്രമാത്രം സിനിമകളിലൂടെ മലയാളികളേറെ ഇഷ്ടപ്പെടുന്ന ഒരു അഭിനേത്രി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കരുമാടിക്കുട്ടനിലായാലും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലായാലും ഒക്കെ അവർ അഭിനയിച്ച കഥാപാത്രങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. അതിലപ്പുറത്തേക്ക് എപ്പോഴും മലയാളികൾ നന്ദനം എന്ന സിനിമയിലെ ആ ഡയലോഗ് അത് എപ്പോഴും ഒരു തമാശ തരത്തിലെങ്കിലും മലയാളികൾ പറയാറുണ്ട്. ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ ഭയങ്കര വൈറലാണ്. എപ്പോഴും നമ്മൾ പറയുന്നതാണ് വെള്ളം കോരി എന്ന് കരുതിക്കോളൂ, മുന്നോട്ട് നടന്നോളൂ എന്നൊക്കെ പറയുന്ന ആ ഡയലോഗ് ഉണ്ട്. അതൊക്കെ എന്നും മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്നതാണ്. ആ ഒരു താരമാണ്, ആ ഒരു അഭിനേത്രിയാണ്, ഒരു അമ്മയാണ് ഇപ്പോൾ വിട വാങ്ങിയതല്ലേ? ഭവ്യ, തീർച്ചയായും സൂചിപ്പിച്ച ആ സംഭാഷണം ഉൾപ്പെടെയുള്ള രംഗങ്ങളൊക്കെ തന്നെ മലയാളി പ്രേക്ഷകരുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ്. മീന ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ പോലും അവസാന നാളുകളൊന്നും തന്നെ എങ്ങനെയെങ്കിലും മരണപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു താരമായിട്ടാണ് പറയേണ്ടത്. അത്രയും വേദനാജനകമായ രീതിയിലേക്കായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അഭിനയ ജീവിതം ചെറുപ്പകാലം തൊട്ടേ തന്നെ തുടങ്ങി. നാടകവേദികളിലേക്ക് എത്തി. 19-ാം വയസ്സിൽ തന്നെ നാടകവേദികളിൽ തുടങ്ങുന്നു. അതിനുശേഷം 1976 മണിമുഴക്കം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്ത് വരുന്നു. പക്ഷേ ശ്രദ്ധേയമാകുന്നത് മുഖചിത്രം എന്ന 1991 റിലീസാകുന്ന ചിത്രമാണ്. അതിനുശേഷം ഒരു നാടക അക്കാദമി തന്നെ ഭർത്താവ് ഗണേഷുമായി ആരംഭിക്കുകയും ചെയ്യുന്നു ഷൊർണൂരിൽ വെച്ച്. അങ്ങനെ അഭിനയത്തോട് തന്നെ വല്ലാത്തൊരു അഭിനയവേഷം തന്നെയായിരുന്നു മീന ഗണേഷിന് ഉണ്ടായിരുന്നത്. ചെറുപ്പം മുതലേ തന്നെ നാടകവേദികളിൽ തന്നെ എത്രയോ നാടകവേദികളിൽ, പ്രത്യേകിച്ച് KPSC ഉൾപ്പെടെയുള്ള നാടക സമിതികളിലൊക്കെ തന്നെ മീന ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം സിനിമകളിൽ അഭിനയിക്കുമ്പോൾ പോലും ഒരു സിനിമയിൽ ചിരിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു സിനിമയിൽ നൊമ്പരപ്പെടുത്തുന്ന വേഷം ചെയ്യുന്നു. അങ്ങനെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ മീന ഗണേഷ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള വേഷം മാത്രം കൈകാര്യം ചെയ്യാതെ എല്ലാ തരത്തിലുമുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ മീന ഗണേഷിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 200ഓളം സിനിമകൾ, അതിനുശേഷം 25ഓളം സീരിയലുകൾ, അങ്ങനെ പല വേഷങ്ങളിൽ ചെറുതും വലുതുമായ ഒട്ടനവധി വേഷങ്ങൾ കൈകാര്യം ചെയ്തു. അതിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒട്ടനവധി രംഗങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ അടുപ്പിക്കുന്ന രീതിയിൽ, പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്ന രീതിയിലേക്ക് അതിനനുസരിച്ചുള്ള രംഗങ്ങൾ കൈകാര്യം ചെയ്യാനും മീന ഗണേഷിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവസാന നാളുകളിൽ ആരോഗ്യപരമായ അസുഖങ്ങളൊക്കെ തന്നെ മീന ഗണേഷിനെ അലട്ടിയിരുന്നു. അങ്ങനെ സിനിമാ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അമ്മ എന്ന സംഘടനയിൽ നിന്ന് കൈനീട്ടം കൊണ്ട് തന്നെയാണ് മീന ഗണേഷ് അവസാന നാളുകളിലൊക്കെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് മീന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 39 വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതം, അതെല്ലാം തന്നെ മീന സന്തോഷകരമായി തന്നെ പറയുമ്പോൾ പോലും ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷം മീനയുടെ ജീവിതം സുഖകരമായിരുന്നില്ല എന്നുള്ളത് മീന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അഭിനയ മേഖലയിൽ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം മുതൽ തന്നെ നാടകത്തിൽ സജീവമായി മാറുക, തുടർന്ന് സിനിമയിലേക്ക് എത്തുക, അതിനുശേഷം സീരിയൽ പരമ്പരകളിലേക്ക് എത്തുക, അങ്ങനെ അഭിനയത്തിന്റെ വിവിധ മേഖലകളിൽ തന്നെ മീന ഗണേഷ് കയ്യൊപ്പ് ചാർത്തിയിരുന്നു എന്നുള്ളതാണ് മീനയുടെ അഭിനയ ജീവിതത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു വാർത്ത പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ്. ഭവ്യ സൂചിപ്പിച്ചതുപോലെയുള്ള രംഗങ്ങളൊക്കെ തന്നെ എന്നും ഓർത്തിരിക്കുകയും ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആവുകയും സാധാരണ ജീവിതത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല സംഭാഷണങ്ങളും ഒക്കെ തന്നെ സമ്മാനിച്ചുകൊണ്ടാണ് മീന ഗണേഷിൻ്റെ ഒരു വിടപറയിൽ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഷൊർണൂരിലാണ് മരണം സംഭവിച്ചത്. ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മീന ഗണേഷിൻ്റെ മരണം. രാവിലെയോട് തന്നെയാണ് ആ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തായാലും അവസാന നാളുകളിൽ ഒരു വല്ലാത്ത കഷ്ടത അനുഭവിക്കുകയായിരുന്നു മീന എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. അത് അവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ജീവിതത്തിൽ, പ്രത്യേകിച്ച് അഭിനയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കയ്യൊപ്പുകൾ ചാർത്തിക്കൊണ്ട് മലയാളി പ്രേക്ഷകർക്ക് എന്നും ഓർത്തിരിക്കാൻ സമ്മാനിക്കുന്ന വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് മീന വിട പറയുന്നത്. തീർച്ചയായും ഹരികൃഷ്ണനാണ് വിവരങ്ങൾ